അനദർ എപ്പിസോഡ് ഓഫ് ബിയോണ്ട് ദ ബൗണ്ടറി ബൈ ചാർലി. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ഗിഫ്റ്റഡായി, ടാലൻറ്റഡായി എന്നാൽ ട്രബിൾഡായി ജീവിതം നയിക്കുന്നവരുണ്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അപ്പം അവരെക്കുറിച്ചാണ് അവരിൽ ഞാനും ഉണ്ട്. അപ്പം എൻ്റെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളി തുടങ്ങിയ സമയത്ത് എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് കളിക്കാൻ വിടില്ലെങ്കിലും വല്ലപ്പോഴും കളിക്കാൻ പോകുമ്പോൾ എന്നെ ആ ഗ്രൗണ്ടിലുള്ള കൂട്ടുകാർ കൂട്ടൂല. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനാണ് എന്നെ ഈ പേസ് ബോളിങ്ങിലേക്ക്, പുള്ളിയുടെ ബോളിംഗ് കണ്ടിട്ടാണ് ഞാൻ പേസ് ബോളിങ്ങിലേക്കൊക്കെ തിരിഞ്ഞത്. മലിംഗയുടെ ആക്ഷനിൽ അടിപൊളിയായിട്ട് എറിഞ്ഞോണ്ടിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മികച്ച ബോളറായിരുന്നു പുള്ളി. എന്നെ കാണുമ്പോൾ എന്നോടൊരു കൺസിഡറേഷൻ ഉണ്ട്, ബാക്കി ആർക്കും ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാനും അങ്ങനെയാണ് കളിച്ചു തുടങ്ങിയത്. പിന്നെ പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് മാറി ഇടയ്ക്ക് എപ്പോഴേക്കിലൊക്കെ വെക്കേഷൻ ചെല്ലും. ഒരു വെക്കേഷൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി കുറച്ച് മദ്യപാനത്തിലേക്കൊക്കെ പോയി. എന്തോ ലൈഫിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി പേഴ്സണൽ ലൈഫിൽ. പിന്നെ പിൽക്കാലത്ത് കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കവലയുണ്ട്, വെണ്ണിക്കുളം. അവിടെ വെച്ച് പുള്ളി ഭയങ്കര ഫിറ്റായിട്ട് പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി എന്നെ കണ്ടു നിഷ്കളങ്കമായിട്ട് ചിരിച്ചിട്ട് ചാർലി എന്നാ ഉണ്ടറാ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. ആസ് എ ബോളർ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഞാനൊരു ഇമേജ്, നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഇമേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പുള്ളി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. കാരണം അത്രമാത്രം അഡിക്റ്റഡ് ആയിരുന്നു. അങ്ങനെ എന്തോ അസുഖം വന്നിട്ട് മരിച്ചു പോയതാണ്. റിക്കി പോണ്ടിങ്ങില്ലേ, നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആളും ഇതുപോലൊരു ഭയങ്കര ട്രബിൾഡ് ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ 98-99 ടൈമിൽ പുള്ളി ഭയങ്കരമായിട്ട് മദ്യത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. പുള്ളിയുടെ ഒരു ഇമേജൊക്കെ ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട്. പുള്ളി ഒരു പാർട്ടിയിൽ അടിച്ച് ഓഫായി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നത്. അതിന് പുള്ളി വന്ന് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യും. പുള്ളി പറഞ്ഞിരുന്നു പുള്ളിക്ക് മദ്യപാനം നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. പക്ഷേ പുള്ളി അത്രയും ട്രബിളിൽ കൂടെ കടന്നുപോയി. അത്രയും ഗിഫ്റ്റഡ് ടാലൻറ്റഡ് മനുഷ്യനായിരുന്നു കേട്ടോ. പക്ഷേ 23-24 ഇയേഴ്സിലാണിത്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പൃഥ്വി ഷാനെ കുറിച്ചൊക്കെ പൃഥ്വി ഷാ ഒന്നും ഇത്രയും ട്രബിളിലൂടെ അല്ല കടന്നു പോകുന്നതെങ്കിൽ പോലും പോണ്ടിങ് ആ സമയത്ത് അങ്ങനെ കടന്നുപോയ പോണ്ടിങ്ങിനെ 2002-ൽ മീറ്റ് ചെയ്ത പെൺകുട്ടിയാണ്. പോണ്ടിങ്ങിന് ലവ് ഓഫ് ഹിസ് ലൈഫാണ് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു ഡിസിപ്ലിൻ കൊടുത്തത്, ലൈഫിലൊരു സ്റ്റെബിലിറ്റിയൊക്കെ കൊടുക്കാൻ വേണ്ടി വലിയൊരു പാർട്ടായി മാറി. പിൽക്കാലത്ത് ലോക ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ലീഡേഴ്സിൽ ഒരാളായി ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച റിക്കി പോണ്ടിങ്ങിൻ്റെ ഒരു ടൈം ഇതായിരുന്നു. അതും 23-24 വയസ്സിലാണ് ഓർത്തോണേ. ഞാൻ 2003 വേൾഡ് കപ്പ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് റിക്കി പോണ്ടിങ്ങിനോട് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യവും നല്ല ആരാധനയും തോന്നുന്ന ഒരു പ്ലെയർ. എന്ത് സ്റ്റൈലായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ബോൾ തലയിലൊക്കെ കൊണ്ടിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പക്ഷെ അത്രയും ഒരു ട്രബിൾ ലൈഫിൽ നിന്നാണ് ആൾ തിരിച്ചു വന്നത്. സോ എൻ്റെ ചുറ്റും ഒരുപാട് പേര് എനിക്കറിയാം, ഞാൻ ഉൾപ്പെടെ. ഈ റിക്കി പോണ്ടിങ്ങിനെ പോലെ ഞാൻ എപ്പോഴെങ്കിലും ആൽക്കഹോൾ നിർത്തി വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ആക്ച്വലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്ര പൊട്ടയാവും. സോ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് അങ്ങനെ ഗിഫ്റ്റഡായി ടാലൻറ്റഡ് ആയിട്ട് എന്നാൽ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ട്രബിൾഡ് ലൈഫിൽ കൂടെ നടന്നു പോകുന്നവർ. റിക്കി പോണ്ടിങ്ങിൻ്റെ വൈഫിനെ പോലെ, ഗേൾ ഫ്രണ്ടിനെ പോലെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് സ്വയം ഹെൽപ്പ് ചെയ്യാം. ഒരു ബെറ്റർ ലൈഫ്, ബെറ്റർ വേൾഡ്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ